ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഓരോ നിമിഷം ചെല്ലുന്തോറും അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന സത്യം ഇവളുണ്ടോ അറിയുന്നു? അമ്മയ്ക്ക് ഉപേക്ഷിച്ചു പോകേണ്ടി വന്നെങ്കിലും എനിക്ക് വേണ്ടി ജീവിച്ചയാളാ എന്റെ അച്ഛൻ. കരഞ്ഞു കരഞ്ഞു തളർന്നു പോയവളാ എന്റെ അമ്മ. ഇതെല്ലാം അംബികയുടെ ഗെയിമായിരുന്നു. അവരമ്മയെ അച്ഛന്റെ ജീവിതത്തിൽ നിന്നും പുറത്താക്കാൻ ചെയ്ത ചതിയ. ഞാൻ ആ ചതിയുടെ കഥ പറയാം. അമ്മമ്മ കേട്ടു. ഞാനും പ്രതാപേട്ടനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് നാളെ 2 വർഷമാവാ. നാളെ പ്രതാപേട്ടന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം. പ്രതാപേട്ടന് ഇഷ്ടമുള്ളതാ. വെള്ളമുണ്ടും വെള്ള ഷർട്ടും, ഒരു ലെതർ ചെരുപ്പും ഒരു ഗോൾഡ് ചെയിനും. പ്രതാപേട്ടൻ താമസിച്ചേ വരൂ. ജഗന്നാഥേട്ടൻ ആരും കാണാതെ ഇതും കൊണ്ട് മുറിയിലേക്ക് വന്നാ മതി. എനിക്ക് അംബികയെ അന്നേ സംശയം ഉണ്ടായിരുന്നു. അവളെ അതും ചെയ്യും, അതിനപ്പുറം ചെയ്യും. ഇപ്പൊ തന്നെ അത് അവളോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഇപ്പൊ വേണ്ട. ഇപ്പൊ തന്നെ വേണം. എന്റെ കുഞ്ഞിന്റെ ജീവിതം തകർത്തിട്ടെ അവൾ അങ്ങനെ അങ്ങ് വിലസണ്ട. അമ്മമ്മേ, വേണ്ടെന്ന് ഞാനാ പറഞ്ഞത്. അംബികയോട് പ്രതികാരം ചോദിക്കേണ്ടത് ഞാനാ. അത് ഞാൻ ചോദിച്ചോളാം. അമ്മമ്മ അതെനിക്ക് വിട്ടേക്ക്. കുഞ്ഞുമോളെ, എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ മോളെ കാണണം. ഞാൻ കാണിച്ചു തരാം. പക്ഷെ എനിക്ക് എന്റെ അമ്മയെ കാണാൻ പറ്റുമോ? അച്ഛനും ഞാൻ കൊടുത്ത വാക്ക്. അക്കാര്യത്തിൽ മോള് പേടിക്കണ്ട. ആ തെറ്റിന്റെ പ്രായശ്ചിത്തം ഞാൻ അനുഭവിച്ചോളാം. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. ആദ്യം അമ്മമ്മ അമ്മയെന്ന് വിളിക്കേ, എന്നിട്ട് നമുക്ക് കാണാം. അമ്മമ്മയുടെ ഫോൺ എവിടെ? ഇതാണ് അമ്മയുടെ നമ്പർ. അമ്മമ്മ ആദ്യം അമ്മയോട് സംസാരിക്കേ. പിന്നെ രണ്ടുപേരും കരയരുത്. അമ്മമ്മ ഫോൺ ചെയ്ത് കഴിയുമ്പോ ഞാൻ പോയി അച്ഛനെ കണ്ടിട്ട് വരാം. ട്രീറ്റ്മെന്റിന് സാറ് സമയം കണ്ടെത്തിയേ പറ്റൂ. മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും മുന്നോട്ട് പോകുമ്പോ സ്ഥിതിഗതികൾ വഷളായേക്കാം. അച്ഛൻ എന്തൊക്കെയോ ഓർത്ത് വിഷമിച്ച് നിൽക്കുകയാണല്ലോ. എന്തായിരിക്കും കാര്യം? എന്തോ ചേച്ചാ?
ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? ഹലോ, ആരാ ഇത്? വിതമ്പെന്ന കരച്ചില് കേട്ടല്ലോ. അച്ഛൻ വല്ലാതെ വിഷമിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ കാര്യം ഓർത്താണോ അച്ഛൻ വിഷമിക്കുന്നേ? ഏയ്, അതിന് നീ എന്താ പറഞ്ഞേ? ഇല്ല, ഞാൻ പറഞ്ഞ കാര്യം ഓർത്ത് തന്നെയാ അച്ഛൻ വിഷമിക്കുന്ന. ഓർമ്മ വെച്ച നാള് മുതല് അച്ഛന് എനിക്കെല്ലാം. അച്ഛനില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ കഴിയില്ല. ഓരോ നിമിഷം ചെല്ലുന്തോറും അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന സത്യം ഇവളുണ്ടോ അറിയുന്നു? അമ്മയ്ക്ക് ഉപേക്ഷിച്ചു പോവേണ്ടി വന്നെങ്കിലും എനിക്ക് വേണ്ടി ജീവിച്ചയാളാ എന്റെ അച്ഛൻ. എന്നെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ തന്നെ യാതൊരു എതിർപ്പും കൂടാതെ അച്ഛൻ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തന്നു. എന്റെ എല്ലാമായ അച്ഛൻ പെട്ടെന്ന് എന്റെ സ്വന്തം അച്ഛനല്ലെന്ന് കേട്ടപ്പോ ഞാനാകെ തകർന്നുപോയി. ആ ഒരു നിമിഷത്തില് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതും വിഷമത്തോടെ ഇവിടുന്ന് ഇറങ്ങിപ്പോയതും. അച്ഛനെ മറന്നിട്ട് എനിക്ക് എവിടേക്ക് ഓടി ഒളിക്കാൻ പറ്റില്ല. അച്ഛൻ എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാവും.